മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18/3/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരുരുട്ടാതിയാണ് നക്ഷത്രം. പൂരുരുട്ടാതി 1-ാം പാദം. കന്നി ലഗ്നം. ലഗ്നത്തിൽ രാഹു, 2-ൽ ഗുളികൻ, 3 ശൂന്യം, 4-ൽ വ്യാഴം, 5 ശൂന്യം, 6-ൽ ചന്ദ്രൻ, ബുധൻ, 7-ൽ സൂര്യൻ, ശനി, കുജൻ, കേതു, 8-ൽ ശുക്രൻ, 9, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പൊതുവേ ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന, 2-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്ന ഒരു ഗ്രഹനിലയാണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധ പൊതുവേ എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഉടനീളം, അത് ഏത് ദശ വന്നാലും ഏത് അപഹാരം വന്നാലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാവൂ എന്നതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള സൂചന തന്നെയാണ്. ലഗ്നത്തിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ ആവേശ സ്വഭാവം പല ഘട്ടങ്ങളിലും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ എന്തിനും ചാടിയിറങ്ങുന്ന ഒരു രീതി, അത് നമുക്ക് അബദ്ധങ്ങൾ തരുന്ന, അതല്ല എങ്കിൽ റിസൾട്ടൊന്നും ഇല്ല എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ എടുക്കില്ല. അറിഞ്ഞു, അതിനനുസരിച്ച് പ്രതികരിച്ചു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത രാഹു അവിടെ ഇല്യൂഷൻസ് ആണ്. രാഹു മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ്. രാത്രിയെ പകലായി കാണിക്കാം, പകലിനെ രാത്രിയായും കാണിക്കാം. ഇത് പകലാണെന്നും രാത്രിയാണെന്നും കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു ആലോചന ശേഷി, ബുദ്ധി അവിടെ കാണിച്ചേ തീരൂ. ഈ ലഗ്നത്തിലൊക്കെ രാഹു ഉള്ള, പ്രത്യേകിച്ച് ഗുളികൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. ലഗ്നാൽ 4-ൽ ഹംസ മഹായോഗം വളരെ നല്ലതാണ്. ശനിയുടെ 10ാം ദൃഷ്ടിയുണ്ട് എന്നത് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് ലഗ്നാൽ 7-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയുണ്ട്. സൂര്യൻ, ശനി, കുജൻ അത്യുഗ്ര മാരകശേഷിയുള്ള 3 ഗ്രഹങ്ങളാണ്. സൂര്യൻ, ശനി, കുജൻ. ഇത് 3 രാശികളിലായി തന്നെ നിന്നാൽ പോലും പ്രത്യേകം ശ്രദ്ധ അത്യാവശ്യമാണ്. എന്താണ് ആ ഭാവം, ഏതുമായി കണക്റ്റഡ് ആണ്, ജീവിതത്തിൻ്റെ ഏതൊക്കെ കാര്യങ്ങളുമായി കണക്റ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് 7-ൽ വിവാഹസ്ഥാനത്ത് നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹുവിൻ്റെ ദൃഷ്ടി കൂടിയാകുമ്പോൾ ഇതൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സ്ഥാനമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രണയം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കാത്ത ആളുകളുടെ ഒരു ഗ്രഹനിലയുടെ സ്വഭാവം തന്നെ ഇതാണ്. അത് വിവാഹ ബന്ധം വരെ എത്തുകയും അവിടെ നിന്ന് മുറിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലഗ്നാൽ 5, അതിൻ്റെ അധിപൻ ശനി, ശത്രുവായ സൂര്യനോടൊത്ത്, കുജനോടൊത്ത്, കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ, അടങ്ങിയിരിക്കാത്ത മനസ്സ്, ഒരു സ്വസ്ഥതയും തരില്ല, സ്വസ്ഥത കൊടുക്കുകയില്ല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ചിന്തകൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഉണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് ഈ പറയുന്ന റിലേഷൻഷിപ്സ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം അത് അന്തഛിദ്രങ്ങളെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളെയും പ്രദാനം ചെയ്യാം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരക്കാർ പൊതുവേ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ചേർക്കാൻ പറ്റുന്ന ജാതകങ്ങൾ മാത്രമേ ചേർക്കാവൂ എന്നതിൻ്റെ 100-ൽ 100% നേർസാക്ഷ്യമാണ് ഈ പറയുന്ന സൂര്യൻ, ശനി, കുജൻ, കേതു കോമ്പിനേഷൻ. 7ാം ഭാവാധിപൻ ഹംസ മഹായോഗം കൊടുത്തു നിൽക്കുന്നു, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ 7-ൽ നിൽക്കുന്ന ഇത്രയും കട്ടി സ്വഭാവം കൂടിയ ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശ്രദ്ധ അത്യന്താപേക്ഷിതം തന്നെയാണ്. മാത്രവുമല്ല ശുക്രൻ 8-ൽ നിൽക്കുന്നു, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. പക്ഷേ ഇത് ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനാണ്. എന്ന് വെച്ചാൽ ശുക്രൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു എന്ന് സാരം. അപ്പോൾ അതും വിവാഹകാരക ഗ്രഹമാണ്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹം ചോദിച്ചിരുന്നു. ലഗ്നാൽ
10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 6ൽ ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. 10ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അത് ഹംസ മഹായോഗം കൊടുക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയത്ത് ജോലിയൊക്കെ ശരിയായിക്കോളും. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് മനസമാധാനം, പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതല്ല എങ്കിൽ റിലേഷൻഷിപ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മനസമാധാനം വളരെ മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളിലെല്ലാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ റിസൾട്ട് നെഗറ്റീവ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തർക്ക സ്വഭാവം, പ്രത്യേകിച്ച് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയെടുത്ത് നോക്കുന്ന സമയത്ത് ഈ തർക്ക സ്വഭാവം, ഈ സൂര്യൻ, ഈ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊത്ത് ശത്രു ശനി, ഏറ്റവും കഠിന സ്വഭാവം കൂടിയ കുജൻ, കേതു എന്നൊക്കെ പറയുന്ന സമയത്ത് തർക്ക സ്വഭാവം കൂടിയ ആളുകളായിരിക്കും വന്നു ചേരുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 5ാം ഭാവാധിപനും നിൽക്കുന്നത് ഇതേ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹവും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അത് രണ്ടുപേരും ഒരുമിച്ചുള്ള തർക്കമായിട്ട് മാറും. ഏതൊരു ഭിന്നതയുടെയും തുടക്കം എന്ന് പറയുന്നത് ചെറിയ തർക്കങ്ങളാണ്. ഈ ചെറിയ തർക്കങ്ങൾ പിന്നീട് വലിയ തർക്കങ്ങളാകുന്നു. അത് പിന്നീട് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു. അവിടെ ബ്രേക്കപ്സ് ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ഗുളികൻ്റെ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി ഇതിനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യും. ഇവിടേക്കൊന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന 7ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല, ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അത് വളരെ നല്ലതായേനെ. ലഗ്നത്തിലേക്കോ അതല്ല എങ്കിൽ ലഗ്നാധിപനിലേക്കോ ഒക്കെ ഇത്തരം ഗ്രഹനിലകളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത്യന്താപേക്ഷിതമാണ്. അതില്ലാത്തപ്പോൾ വളരെയധികം കരുതി വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നിരുന്നാൽ തന്നെയും അത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും വഴി, ഏതെങ്കിലും രൂപത്തിൽ ഭാവത്തിൽ അത് തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ അതൊന്നുമില്ല. 7ൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം വളരെ സ്വതന്ത്രരായിട്ടാണ് നിൽക്കുന്നത്, കൂട്ടം കൂടി, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതെ. അതേപോലെ തന്നെ ലഗ്നാധിപനും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധ ഈ വ്യക്തി തന്നെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ ആയിട്ട്. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണിത് എന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂരുരുട്ടാതിയാണ് നക്ഷത്രം. ഗുരു അഥവാ വ്യാഴദശയിൽ ജനിച്ചു 2008 വരെ വ്യാഴം, അതിനുശേഷം ശനി 2027 വരെ, ശേഷം ബുധൻ 2044 വരെ, ശേഷം 7 കൊല്ലം കേതു 2051 വരെ, ശേഷം ശുക്രൻ 20 കൊല്ലം 2071 വരെ, ശേഷം സൂര്യൻ ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ഗുരുവാണ്. എങ്ങനെയുള്ള ശനി? 2027 ഡിസംബർ 2 വരെ ശനിയാണ്. അതിൽ തന്നെ ശനിയിൽ ഗുരു എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ശനിയാണത്. ഇതെല്ലാം ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹാർഡ്നെസ്, ടഫായിട്ടുള്ള അവസ്ഥ ഈ വ്യക്തി തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അദ്ദേഹം അത് ഫേസ് ചെയ്യുന്നുണ്ട് പല രീതിയിലായിട്ട്. ഇവിടെ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നു എന്നത് നല്ലത് തന്നെയാണ്. 2025 മെയ് 21 തൊട്ട് 2027 ഡിസംബർ 2 വരെ. ഇതും കൂടി ആകുമ്പോൾ ശനിദശ പരിപൂർണമായിട്ടും തീരും. പക്ഷേ ഈ ഒരു സമയം പ്രത്യേകിച്ച് ശനിദശ നടക്കുന്നു. അത് കുജൻ, സൂര്യൻ, കേതു, രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന ശനി ആകുമ്പോൾ ആ ദശ പൊതുവേ അല്പം ടഫായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇതാണതിൻ്റെ കാരണം. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.